വിഭജന ഭീതി ദിനാചരണത്തിൽ ഗവർണർ കടുംപിടുത്തത്തിനില്ല. നല്ലത്. വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ചത് നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമാണെന്നാണ് വിശദീകരണം. UGC നിർദ്ദേശം ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും രാജ്ഭവൻ. 2 മാസം മുമ്പ് അയച്ച സർക്കുലർ ഇപ്പോൾ വിവാദമായത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും രാജ്ഭവൻ വിശദീകരിക്കുന്നുണ്ട്. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇനി വിഭജന ഭീതി ദിനം കൂടി വന്ന് അടുത്ത തലവേദന എടുത്തു വെക്കാൻ വയ്യ എന്നായിരിക്കും കരുതിയിട്ടുണ്ടാവുക. എന്നാലും രാജ്ഭവൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. പക്ഷേ അതിനു മുമ്പ് കേരള VC എടുത്ത് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അയച്ചു കൊടുത്ത് പുള്ളി ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫീസർ അതെടുത്ത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു അബദ്ധം കൂടെ പറ്റി കേരള സർവകലാശാലയിൽ പ്രത്യേകിച്ചും. പിന്നീട് ആ സർക്കുലറൊക്കെ മാറ്റി എഴുതേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതിൽ രാജ്ഭവന്റെ നിലപാട് എന്താണ് റഹീസ് റഷീദ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. വിഭജന ഭീതി ദിനത്തിന്റെ പേരിൽ കേരളത്തിൽ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഭീതി ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണോ രാജ്ഭവൻ കടുംപിടുത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ രാജ്ഭവൻ വൃത്തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായി മാത്രം അയച്ചതാണ്. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഒരു ദിനവും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് UGCയുടെ സർക്കുലർ വരുന്നുണ്ട്. ആ സർക്കുലർ രാജ്ഭവനിലെ ചാൻസലറുടെ ഗവർണറുടെ ഓഫീസ് വൈസ് ചാൻസലർമാർക്ക് നൽകുന്നുണ്ട്. അത് ഇത്തവണ മാത്രം നൽകിയതല്ല, കഴിഞ്ഞ തവണയും കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ നൽകിയിരുന്നു. അത് ഒരു നടപടി എന്ന നിലയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യുന്നതാണ്. UGC പറയുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ ഈ ദിനം ആചരിച്ചില്ല എന്നതിന്റെ പേരിൽ ഏതെങ്കിലും വൈസ് ചാൻസലർമാർക്കെതിരെയോ യൂണിവേഴ്സിറ്റികൾക്കെതിരെയോ നടപടിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല. കാരണം മിക്ക യൂണിവേഴ്സിറ്റികളും ഇത് നടത്തില്ല എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. അത് മാത്രമല്ല 2 മാസം മുമ്പാണ് ഈ സർക്കുലർ അയച്ചതെന്ന് പറയുന്നു. UGC ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സർക്കുലർ നൽകിയാൽ അത് VC-മാർക്ക് നൽകും. പക്ഷെ അതിന്റെ പിന്നാലെ കൂടാൻ രാജ്ഭവൻ ഇല്ല എന്നാണ് വിശദീകരിക്കുന്നത്.